കാക്ക ഞാൻ ഒന്ന് പറയണമെന്ന് കേൾക്കും കാക്ക. വേണ്ട വേണ്ട പോ. എന്റെ ഒരു വർത്താനം എനിക്ക് കേൾക്കണ്ട. ഈ വളപ്പൊക്കെ കിടക്കരുത് പോ. കാക്ക മനഃപൂർവ്വമല്ലല്ലോ. എന്റെ പെങ്ങളെ മോനാണല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഈ പണി ഞാൻ അന്നെ ഏൽപ്പിച്ചത്. ഈ വല്ലാത്തൊരു പണി അജിന്നോട് കാട്ടിയെത്തിട്ടാ. ഞാൻ ഒന്ന് പറയണമെന്ന് കേൾക്കും കാക്ക. എനിക്കറ്റ ഒരു വർത്താനം കേൾക്കണ്ട കാക്ക. എന്നാ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ നോക്കിയാ പോരെ. ഇനി ഒരു വർത്താനം പറയരുത്. അന്നെ ഞാൻ ഉണ്ടല്ലോ. എന്താ മഴ, ഒരു കോലം കിട്ടില്ല പണിക്ക് പോവാൻ. നമ്മൾ പണിക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് മഴ പെയ്യുന്നത്. ഈ മഴ നിൽക്കും തോന്നുന്നില്ല. ഇന്ന് നമുക്ക് പണിക്ക് പോകാൻ പറ്റില്ല. ആരാ വരുന്നത്? നമ്മളെ മായങ്കാക്കല്ലേ? അയാൾ എന്താ വന്ന്? മൈങ്കാക്ക അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ നിങ്ങൾ ഉണ്ടാവിടെ ഇവിടെ നിന്ന്? ഞങ്ങളെ മഴ ആയപ്പോട്ട് കേറിന്നാണ്. നിങ്ങൾ എന്നെ വന്നേ? നിങ്ങൾ ഇങ്ങോട്ട് വരി. അല്ല മയങ്കാക്ക, നിങ്ങൾ ഇപ്പൊ എപ്പോഴും വന്നേ? ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നുകളാടാ. ഞാനേ തറവാട്ടിലേക്ക് ഉമ്മ കുറച്ച് സാധനങ്ങൾ കണ്ട് കൊടുക്കാണ്ട്. ഇന്ന് രാവിലെ മുറ്റത്ത് എന്താ ഒരു ഒച്ചപ്പാടും പാടൊക്കെ കേട്ടിനി. എന്റെ പൊന്നാരബോ അബീബെ, ആ കഥ ഒന്നും പറയാതിരിക്കാൻ നല്ലത്. അതെന്തിപ്പോ? ആ ഒരുമ്പട്ടോനെ എന്റെ പെങ്ങളെ മോൻ സെഫീഖുണ്ടല്ല, ഓ കാട്ടിയ പണി നിങ്ങൾക്ക് കേക്കണ. അതെന്തേ വന്നേക്കന്നെ? അമ്മോനും മകനും കൂടി ഒരു പ്രശ്നം. അതിപ്പടാ ഞാന് ഗൾഫിൽ നിന്ന് വരുന്നത് 11ാമത്തെ കൊല്ലല്ലേ. അപ്പൊ ഒരു പെരക്കാർക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചാണ് ഞാൻ ഓനെ പറഞ്ഞ് ഏർപ്പാടാക്കി. എന്നിട്ടിപ്പോ എന്തുണ്ടായി? അതിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നിറങ്ങുമ്പോഴേ ഓനൊരു ലക്കട ഫോൺ ഓൻ്റെത് ഇങ്ങനെ എടുത്തുകാണ്ട് എല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടുകാണ്ട് അപ്പൊ തന്നെ എന്റെ മൂടൊക്കെ പോയി. അപ്പൊ ഞാനത് കണ്ടുകാണ്ട് എന്റെ ഐഫോൺ എടുത്തുകാണ്ട് ഓന്റെ കജ്ജി കൊടുത്ത് ഞാനിങ്ങോട്ട് വരുന്നതും പെരീക്ക് വരുന്നതും കുട്ടികളേറ്റ് കെട്ടിപ്പിടിച്ചതും ഒക്കെ ഓന് ഫോണേറ്റ് നടന്ന് ഷൂട്ട് ചെയ്ത്. ഞാൻ 11 കൊല്ലം കഴിഞ്ഞങ്ങാണ്ട് നാട്ടിലേക്ക് വരല്ലേ, നമുക്ക് അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന നല്ല ഒന്ന് അഭിനയിച്ചൊക്കെ ചെയ്ത് എത്ര കാട്ടുക. എന്റെ അമ്മാരപ്പോട്ടന് അതിന്റെ റെക്കോർഡിംഗ് ബട്ടൺ ഓൺ ആക്കിയിരിക്കുന്നു. ആകെ പോയില്ലേ. അതിപ്പോ നിങ്ങളൊരു വിഷയാക്കാനൊന്നുമില്ല. അവന്റെ അടുത്തൊരു അബദ്ധം പറ്റിയതാവൂന്ന്. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോ നന്നായി ചെയ്താ പോരെ. അതിന് ഇനി ഞാൻ പോണില്ലല്ലടാ. ഇപ്പൊ 10-35 കൊല്ലത്തിലധികം ആയില്ല ഞാൻ പ്രവാസിയായിട്ട്. ഇപ്പൊ ഒഴിവാക്കി പോരായതുകൊണ്ടല്ലേ 10 കൊല്ലത്തിലേറെ അവിടെ ഒന്നിച്ച് നിന്നത് തന്നെ. 5 കൊല്ലം മുമ്പ് ഞാൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയ സംഗതിയാ. അത് മൊത്തത്തിലാണല്ലോ കുതിരച്ചക്കം തുമ്പും മാലിന്യാളാക്കിയത്.